ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താറിന് ആദ്യം തന്നെ ഉണ്ടാക്കണത് ഒരു മുന്തിരിയും കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അത് കുരുവൊന്നും ഇല്ലാത്ത പുളിയൊന്നും ഇല്ലാത്ത മുന്തിരിയാണ്. അത് ഞാൻ കുറച്ചിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങണം അതേ ജ്യൂസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്താൽ മുന്തിരിയൊക്കെ താഴ്ന്ന് ഇങ്ങനെ മേലേക്ക് പൊന്തി വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇത് വെന്ത് കറക്റ്റായി വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ തന്നെ ആറി വന്നതിന് ശേഷം അപ്പോൾ അതിൽ നിന്നുള്ള മുന്തിരിയൊക്കെ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തിളപ്പിച്ചതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ജ്യൂസാക്കി നല്ലപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ മധുരമൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് അടിക്കാം നമുക്ക്. എന്നിട്ട് ഞാൻ എന്താ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എണ്ണക്കടി നമ്മുടെ പോക്കറ്റ് ഷവർമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മയോണൈസ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 അല്ലി വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഒരു കോഴിമുട്ട മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ മയോണൈസിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ നമ്മുടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ നല്ലപോലെ തിക്നെസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തിക്നെസ്സോട് കൂടെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ അരികൊക്കെ നല്ലപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 എണ്ണം വീതം ഞാൻ ഇതുപോലെ എല്ലാത്തിൻ്റെയും അരികൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണല്ലോ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതിൻ്റെ അരികൊക്കെ കളഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ബ്രെഡിൻ്റെ അരികിൽ കട്ട് ചെയ്ത് നമ്മുടെ ഈ ബ്രെഡ് പീസുകളൊക്കെ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴിമുട്ട നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം മാത്രമാണ് ഞാൻ മുട്ട ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ കറക്റ്റായിട്ട് അരികൊക്കെ കളഞ്ഞ ബ്രെഡ് ഞാൻ ഇതിലേക്ക് മുക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും മുട്ട ആവണ പോലെ മുക്കി കൊടുക്കുക. അപ്പോൾ ബ്രെഡുകൾ തമ്മിൽ വിട്ടുപോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ മുട്ടയിൽ എല്ലാ സൈഡും മുക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് എല്ലാ സൈഡും ആവുന്ന രീതിയിൽ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് മുക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടേതായ ബ്രെഡൊക്കെ എല്ലാം നമുക്ക് റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ ഞാൻ വേറെ സൈഡിലേക്ക് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറംഭാഗം മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി കൊടുത്താൽ അതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് ഇതുപോലെ നല്ലൊരു കളറ് കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള പീസുകളും കൂടി ഇതുപോലെ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ബ്രെഡും കറക്റ്റായിട്ട് തന്നെ ഒരുമിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറിട്ട് പോകുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ബ്രെഡും നമ്മൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു കളറ്. ഇതിന് കൂടിപ്പോകാനും പാടില്ല, ഇതൊന്നും കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല മൊരിഞ്ഞ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ കണ്ടില്ലേ, കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല 2 പീസാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു കത്തി കൊണ്ട് ഇതുപോലെ തന്നെ നടു പോർഷനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നടു പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു അറ പോലെ ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് ഇനി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം നടു പോർഷനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അകത്തുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആറാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തത് ഇതുപോലെ നല്ലപോലെ ഉടച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനതിൽ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഞാൻ നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുക്കുംബറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തതാണ്. കൂടുതൽ സവാള ചേർക്കാതിരിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുക. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാനും ചെറിയൊരു എരിവിൻ്റെ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ എല്ലായിടത്തും ആയി കിട്ടുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഇതിൻ്റെ നടു പോർഷനിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നടുവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ടീസ്പൂൺ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് അത് നിറയണ വരെ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പീസുകളും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഫില്ലിങ് ചെയ്തെടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഷവർമയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് നമ്മൾ ഉണ്ടാക്കിയ ജ്യൂസ് ഒന്ന് മുന്തിരി ജ്യൂസും അതുപോലെ തന്നെ വാട്ടർമെലൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ പോക്കറ്റ് ഷവർമയും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.